നമ്മളൊരു ടെസ്റ്റ് എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പിക്ചർ ദ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് എ ഡയമീറ്റർ. നമ്മളൊരു റേഡിയസ് എടുത്ത് നമ്മളൊരു സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ സെമി സർക്കിളിന്റെ സെന്റർ നമ്മൾ ബി എന്ന് കൊടുക്കുമെന്ന് വെച്ചോ. ഈ സെന്റർ ബിയിൽ എടുത്തിട്ട് ഈ റേഡിയസ് ഡയമീറ്റർ ആയിട്ട് എടുത്ത് നമ്മൾ സ്മോളർ സെമി സർക്കിൾ വരച്ചിരിക്കുന്നു. ഇൻ ദ പിക്ചർ ദ സെമി സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് എ ഡയമീറ്റർ. ഒരു റേഡിയസിൽ നമ്മൾ ഒരു വലിയ സെമി സർക്കിൾ വരച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്തേക്കണേ? അതിനകത്തുനിന്ന് ഇതിന്റെ പകുതി വരുന്ന, അതായത് റേഡിയസ് ഡയമീറ്റർ ആയിട്ട് എടുത്ത് നമ്മളൊരു സ്മോൾ സെമി സർക്കിൾ കൂടെ വരച്ചിട്ടുണ്ട്. ദെൻ പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് വേർ ദ സെമി സർക്കിൾ ആർ അറ്റ് എനി പോയിന്റ് ഓൺ ദ ലോങ്ങർ സെമി സർക്കിൾ ഈസ് ബൈസെറ്റ് ദ സ്മോളർ സെമി സർക്കിൾ എന്നാ പറഞ്ഞേക്കണേ. അതായത് ഈ വലിയ സെമി സർക്കിളിന്റെ ഈ പോയിന്റിന് നമ്മൾ ഏന്ന് കൊടുത്തു. അതേ സെയിം പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ സ്മോളർ സെമി സർക്കിൾ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ രണ്ട് സെമി സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ എയിൽ നിന്ന് നമ്മൾ ഒരു ലൈൻ ഇങ്ങനെ വരച്ചേക്കുവാണ്. ഒരു യെല്ലോ ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കണേ? ഈ വരച്ചിരിക്കുന്ന ഈ യെല്ലോ ലൈൻ ഈ ഒരു പോയിന്റിൽ വെച്ച് ഈ രണ്ട് പോയിന്റിൽ വെച്ച് നേരെ ജോയിൻ ചെയ്തിട്ട് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസും അതിനെ ബൈസെറ്റ് ചെയ്യും. അതായത് സ്മോളർ സെമി സർക്കിളിലെ പോയിന്റ് ഏതാണ്, ലാർജർ സെമി സർക്കിളിലെ പോയിന്റും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ബൈസെറ്റ് ചെയ്യും എന്നാണ് നമ്മളോട് പറഞ്ഞേക്കണം. ലാർജർ സെമി സർക്കിൾ ഈസ് ബൈസെറ്റ് ബൈ ദ സ്മോളർ സെമി സർക്കിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു പിക്ചർ വരച്ചത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് വലിയൊരു സെമി സർക്കിൾ, ആ സെമി സർക്കിളിന്റെ ഡയമീറ്ററിനകത്ത് നമ്മൾ റേഡിയസ് ഡയമീറ്റർ ആക്കി എടുത്ത് സ്മോൾ സെമി സർക്കിൾ വരയ്ക്കുകയാണ്. അതായത് ഒരു വലിയ സെമി സർക്കിൾ, അതിന്റെ റേഡിയസ് ഡയമീറ്റർ ആക്കി നമ്മൾ സ്മോൾ സെമി സർക്കിൾ വരച്ചു. എന്നിട്ട് ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ഒരു വലിയ സെമി സർക്കിളിലേക്ക് ഒരു ലൈൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഈ രണ്ട് പോർഷനെയും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ലൈൻ ജോയിനിങ് വേർ ദ സെമി സർക്കിൾ മീറ്റ് at any point on the larger semicircle is bisected by the smaller semicircle. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഇത് നമ്മൾ ഈ പിക്ചർ വെച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ഈ AD എന്ന് പറയുന്ന ലൈൻ ഈ എന്ന പോയിന്റിൽ വെച്ച് ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടു പ്രൂവ് എന്ത് ചെയ്യണം? ടു പ്രൂവ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എയും ഇഡിയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AE ഈക്വൽ ടു E. അതായത് ഒരു ലൈൻ ഏതെങ്കിലും ഒരു ലൈനിനെ നമ്മൾ ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ E എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഈ ലൈൻ സ്മോൾ സെമി സർക്കിളിൽ ബൈസെക്ട് ചെയ്യുമ്പോൾ ഈ AE എന്ന് പറയുന്ന ഡിസ്റ്റൻസും ഇഡിയും എന്താന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ ഇത് ഈ ഒരു സ്മോൾ സെമി സർക്കിളിനകത്ത് ഒരു പോയിന്റ് ആണ് E എന്ന് പറഞ്ഞ പോയിന്റ്. ആ ഇയും ബിയും തമ്മിൽ നമ്മളൊന്നങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇവിടെ നിന്ന് വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും മക്കളെ? 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കൊന്നും എഴുതാം. ആംഗിൾ AEB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ആംഗിളിനെ സെമി സർക്കിൾ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണേ റീസൺ എഴുതാം. ആംഗിൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ AEB എന്ന് പറഞ്ഞത് 90 ഡിഗ്രി കിട്ടി. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ വലിയ സെമി സർക്കിളിൽ നിന്ന് ഈ ലൈൻ നമ്മൾ ജോയിൻ ചെയ്തു. അതായത് DC എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്തു. അപ്പൊ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതും വലിയ സെമി സർക്കിളിലെ ആംഗിൾ അല്ലേ? വലിയ സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ADC എന്ന് പറയുന്ന ആംഗിളും നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതിന് സെയിം റീസൺ തന്നെ ആംഗിളിന്റെ സെമി സർക്കിൾ ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. അപ്പൊ AEB എന്ന് പറഞ്ഞ ആംഗിൾ 90 ആണ്. ADC എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ രണ്ട് ആംഗിളും 90 ആയതുകൊണ്ട് ഈ EB പാരലൽ ടു DC എന്ന് എഴുതാൻ പാടില്ലേ? കാരണം ഇവിടെ എന്താണ്? നമ്മളൊരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻസ് പാരലൽ ആവണമെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആവണമെന്നാണ് പറയുന്നത്. അതായത് M ഈക്വൽ ടു ടാൻ തീറ്റയാണ്. അപ്പൊ ടാൻ 90 നോട്ട് ഡിഫൈൻഡ് വരും.
ഇവിടെ ടാൻ 90 നോട്ട് ഡിഫൈൻഡ് വരും. അപ്പൊ ഏതൊരെണ്ണത്തിനകത്തും നമ്മൾ ആംഗിൾ ഈക്വൽ ആയിട്ട് ഉണ്ടെങ്കിൽ എന്താണ് സെയിം ആംഗിൾ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ രണ്ട് ലൈൻസും എപ്പോഴും പാരലൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇ ബി എന്ന് പറയുന്ന ലൈനും ഡി സിയും പാരലൽ ആന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇ ബി പാരലൽ ടു ഡി സി. കാരണം എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ എ ഇ ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ലൈൻസും എപ്പോഴും എങ്ങനെയാന്ന് പറയാം മക്കളെ? പാരലലാന്ന് പറയാം. അത് നമുക്ക് ഇതിന് നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് അവിടെ എഴുതാം. ഇ ബി പാരലൽ ടു ഡി സി. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഇ ബി എന്ന് പറഞ്ഞ ലൈൻ ഏതിന് പാരലലാണ്? ഡി സിക്ക് പാരലലാണ്. അപ്പൊ ഇ ബി പാരലൽ ടു ഡി സി. കാരണം എന്താ? ആംഗിൾ എ ബി ഈക്വൽ ടു ആംഗിൾ എ ഡി സി ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. അത് ഒരു കണ്ടീഷനായി. ഇനി നമുക്ക് ഇവിടെ എന്ത് പറയാൻ നോക്കിയേ? ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? സർക്കിളിന്റെ ഈ ഡയമീറ്ററിനെ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. റേഡിയസ് ഇത് എ സി എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് റേഡിയസ് 6 ആയിരിക്കും. ഈ ബി സി എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? റേഡിയസ് ആയിരിക്കില്ലേ? 6 തന്നെയല്ലേ? അപ്പൊ നമുക്ക് അതിനകത്ത് എന്ത് എഴുതാം? എ ബി ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. എന്താ എഴുതാം? എ ബി ഈക്വൽ ടു ബി സി എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്കൊരു ഇക്വേഷനായി എ ബി ബൈ ബി സി ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. എ ബി ബൈ ബി സി ഈക്വൽ ടു 1. അതിന് നമ്മൾ ഒരു ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് നോക്കാം? ഈ റേഡിയസ് ഇത് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അതിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ റേഡിയസ് വരുന്നത്. അപ്പൊ ഈ എ ബി എന്ന് പറയുന്നത് ശരിക്കും റേഡിയസ് ആണ്, ബി സി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അപ്പൊ എ ബി ഈക്വൽ ടു ബി സി ആണ്. കാരണം റേഡിയസ് ഓഫ് സർക്കിൾ, ഈ സർക്കിളിന്റെ രണ്ട് ഈ വലിയ സെമി സർക്കിളിന്റെ റേഡിയസ് ആണ് എ ബിയും ബി സിയും. അപ്പൊ അത് രണ്ടും അതുകൊണ്ട് ഈക്വൽ ആണ്. റേഡിയസ് ഓഫ് എ സർക്കിൾ. അപ്പൊ എ ബി ഈക്വൽ ടു ബി സി എന്ന് കിട്ടി. എ ബി ഈക്വൽ ടു ബി സി ആണെങ്കിൽ എ ബി ബൈ ബി സി ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് നോക്കാം. 9ാം ക്ലാസ്സിൽ എന്താ മക്കളെ പഠിച്ചേക്കണം? ഒരു റിസൾട്ടോടെ നമുക്ക് ഇവിടെ കൊടുക്കണം. അതായത് ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന ലൈൻ. അപ്പൊ ഈ ഇ ബി എന്ന് പറയുന്നത് ഏത് സൈഡിന് പാരലലായിട്ട് വരച്ചേക്കണം? ഡി സിക്ക് പാരലായിട്ട് വരച്ചേക്കുവാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സൈഡിന് പാരലലായിട്ട് വരയ്ക്കുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡുകളെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ എടുക്കാം. എ ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. ട്രയാങ്കിൾ എ ഡി സി എടുത്തു. ഈ എ ഡി സിക്ക് അകത്ത് ഈ ഇ ബി എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഡി സിക്ക് പാരലല്ലേ വന്നേക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ഇ ബി ഈ രണ്ട് സൈഡിനെയും എങ്ങനെയായിരിക്കും? ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? എ ഇ ബൈ ഇ ഡി എന്ന് പറയുന്നത് എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു എന്ത് വരും? എ ബി ബൈ ബി സി എന്ന് എഴുതാം. എ ബി ബൈ ബി സി എന്ന് എഴുതാം. ഇനി നിങ്ങൾ നോക്കിക്കേ, എ ബി ബൈ ബി സി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചേക്കണം 1 അല്ലേ? അപ്പൊ ഈ എ ബി ബൈ ബി സിക്ക് വരെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാൻ പാടില്ലേ? അപ്പൊ എ ഇ ബൈ ഇ ഡി ഈക്വൽ ടു 1 വരും. അപ്പൊ ദെയർഫോർ നമ്മൾ എന്താവും? ഇത് നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എ ഇ ഈക്വൽ ടു എന്ത് കിട്ടി? ഇ ഡി കിട്ടി. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കണേ? ടു പ്രൂവ് ദാറ്റ് എ ഇ ഈക്വൽ ടു ഇ ഡി എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അതായത് ദ ലൈൻ ജോയിനിങ് where the semicircular meet to any point on the larger semicircle is bisected by the smaller semicircle എന്നുള്ള ആൻസർ ആയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ ഈക്വൽ ടു ഇ ഡി എന്ന റിസൾട്ടിന് കിട്ടി. നമ്മുടെ ആൻസറുമായി. ക്ലിയർ ആയല്ലോ?